ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ടൈംലെസ് ആണ്. എപ്പോൾ കൈകളിൽ കിട്ടുന്നുവോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരും, പുതിയ ആളുകളുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജിയാണ് ഞാനിന്ന് നോക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ കാരണം നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാർഡ് നമുക്ക് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലട്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതായത് കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടക്കുക. ഫ്ലട്ടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരോടും കുറച്ച് കൂടുതൽ മമതയുള്ള ഒരു വ്യക്തി. പിന്നെ ഏത് കാര്യത്തിലാണെങ്കിലും അവനവൻ്റേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തി. ഇവിടെ ഒരു ഡബിൾ എനർജി കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കഥാപാത്രമാണ് നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നു. അപ്പോൾ ഡബിൾ എനർജി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫ്ലട്ടിക്ക് കുറച്ച് കൂടുതൽ പിന്നെ ശക്തി കൂടും. ഡബിൾ എനർജി കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതൊരു തേർഡ് പാർട്ടിയെയും നമുക്കിവിടെ സൂചിപ്പിക്കാം. അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. വീണ്ടും അടുത്ത കാർഡ്, ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ 9 ഓഫ് സ്പോർട്സിൻ്റെ എനർജിയിലാണ്. വളരെയധികം വിഷമിച്ച് ദുഃഖിച്ചൊക്കെ എങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തമില്ല, ഉറക്കമില്ല. ആ രീതിയിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ് കാണിക്കുന്നത്, ഇപ്പോഴത്തേതല്ല കേട്ടോ. പിന്നെ 8 ഓഫ് സ്പോർട്സ്, കെട്ടി വരിഞ്ഞ് മുറുക്കിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരവസ്ഥ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയാലും നമ്മളുടെ ദാമ്പത്യം ശരിയല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തി നമുക്ക് ഒരു നല്ല ജീവിതമല്ല തരുന്നതെങ്കിൽ നമുക്കവിടെ കെട്ടി മുറുക്കി വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. കാരണം അത് നല്ല കൺട്രോളിങ് ഉണ്ടാവും നിങ്ങൾക്ക്. വളരെയധികം വേദനയോടുകൂടി തന്നെ നിങ്ങൾ അതിനെയെല്ലാം സഹിച്ചു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ജോലിഭാരം, റെസ്പോൺസിബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. ഒരുപാട് ജോലി, കഷ്ടപ്പാട്, വിഷമങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടാത്തതായിട്ട് ഒന്നുമില്ല. അത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, അതല്ലെങ്കിൽ നിങ്ങളുടെ സിംഗിളാണെങ്കിൽ ആ രീതിയിൽ എടുക്കണം. ആ രീതിയിലുള്ള ഒരുപാട് വിഷമങ്ങൾ, കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ ജീവിതം. എങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, ഒരുപാട് കാത്തിരുന്നു എന്ന് കാണിക്കുന്നു. ഈ ഒരു വ്യക്തി വരും 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 വരും, ഇതെല്ലാം മാറും എന്നുള്ള രീതിയിൽ നിങ്ങൾ കാത്തിരുന്നു എന്ന് കാണിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വന്നു എന്ന് കാണിക്കുന്നുണ്ട്. അവിടുന്ന് ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു മാറ്റം വന്നു എന്നുള്ളതാണ്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ അതിൽ നിന്ന് നമ്മൾ പതിയെ നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും. ഇനി കാത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇനി വരുമ്പോൾ വരട്ടെ, ഞാൻ ഏതായാലും എൻ്റെ ഫാമിലി നോക്കട്ടെ, അല്ലെങ്കിൽ എൻ്റേതായ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് കരുതി നിങ്ങൾ സെൽഫ് ലവ് ചെയ്തെന്നും അതിലൂടെ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടായി എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുക, ഫിനാൻസ് നോക്കുക, നിങ്ങളുടെ ഫാമിലിയെ നോക്കുക. മാരീഡ് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതങ്ങനെ നോക്കുക, അച്ഛനമ്മമാരെ നോക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് കാണിക്കുന്നു. ആ ഉത്തരവാദിത്വം നിങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് നിങ്ങൾ നല്ല സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നാണ്. വളരെ സമ്പന്നതയിലേക്ക് പോയിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ അബ്രോഡൊക്കെ പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ ജോലി സംബന്ധമായി ഏത് വിധേനയായാലും നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വളരെയധികം കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു. നമ്മൾ ഇത് കണ്ടില്ലേ, 5 ഓഫ് സോട്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജി, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചതി നിങ്ങൾ അനുഭവിച്ചു. ചതിയാണെന്ന് മനസ്സിലായി തന്നെ നിങ്ങൾ അതിനകത്ത് പിടിച്ചു നിന്നു. വളരെയധികം കുട്ടികൾക്ക് വേണ്ടിയിട്ടാകാം,
ആ ഫാമിലിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ത്യാഗങ്ങൾ സഹിച്ച വ്യക്തികളാണ്. ചിന്തകൾ കൊണ്ട് നിങ്ങളെ വീർപ്പ് മുട്ടിച്ചിരുന്നു. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയി, 7 of Cups നഷ്ടപ്പെട്ടു പോയി എന്ന വ്യക്തമായ ബോധം നിങ്ങൾക്കുണ്ട്. എന്നിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു എന്ന് കാണിക്കുന്നു. പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ എന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ നിലവിലെ അവസ്ഥ റണ്ണർ എന്ന അവസ്ഥയാണ്. വീണ്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് സ്നേഹവുമായി കടന്നു വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ കാർഡ് പിന്നെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും നമുക്ക് ഈ കാർഡ് വന്നപ്പോൾ ഇത് കൂടി കാണിക്കാമെന്ന് തോന്നി. അപ്പോൾ 10 of Cups എനർജി ഫാമിലിയായിട്ട് വളരെയധികം സ്നേഹത്തിൽ സന്തോഷത്തിൽ ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളോട് പിന്നെ സംസാരിച്ച് കാണണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ എന്നാണ് ഇതിനകത്ത് പുള്ളി നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിങ്ങളാണ് ഇവിടെ റണ്ണർ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല ഓപ്പർച്യൂണിറ്റീസും അന്ന് നഷ്ടപ്പെടുത്തിയിരുന്നു. കാരണം നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കെമിസ്ട്രി അത്ര വലിയ ഒരു ഹാപ്പിനെസ് തരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു സോൾ ടൈ ഉണ്ട് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ഈ വ്യക്തി ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാലും നിങ്ങളൊരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിരുന്നു, നിങ്ങൾ കാത്തിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സോൾ ടൈ ഉണ്ട്. ഇത് പാസ്റ്റ് ലൈഫിലുള്ള ഒരു ബന്ധമാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. ഇതൊക്കെ നേടി നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു. നിങ്ങളിപ്പോൾ റണ്ണിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ഒരു സോൾ ടൈ, ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് പഠിക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ചൊന്ന് പഠിക്കട്ടെ. അത്ര പെട്ടെന്ന് ഞാൻ അങ്ങ് പണ്ടൊക്കെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാണിച്ചിട്ട് വന്നാലും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സന്തോഷത്തിൽ അത് സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് പഠിക്കട്ടെ എന്ന് തന്നെ കരുതി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു റണ്ണറുടെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു. ആ കെമിസ്ട്രി ഇനി എനിക്ക് വർക്കാവില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ എന്നാണ്. എന്നാൽ ഇവിടെ ഒരു സോൾ ടൈ വന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ സോൾ ടൈ കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഈ വ്യക്തി കടന്നു വരും എന്നാണ് കാണിക്കുന്നത്. അതായത് 10 of Cups എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ബന്ധം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇത് വേറൊരു ബന്ധമായിരിക്കാം. നമുക്ക് ഇതിന് രണ്ടും പറയാം, കാരണം ഈ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നിങ്ങളിപ്പോൾ മടുത്തു, അതായത് ഈ കെമിസ്ട്രി ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ഇയാൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ എത്തി എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ കാർഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോട് മടുപ്പ് തോന്നിയിരിക്കുന്നു. നിങ്ങളുടെ കെമിസ്ട്രി കുറച്ച് പഠിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട്. അവിടെ ഒരു സോൾ ടൈ ഉണ്ട്. സോ ഇവിടെ 10 of Cups അത് തന്നെ തിരിച്ചു വരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അവിടെ ഒരു സൺ വന്നിട്ടുണ്ട്. എല്ലാ പഴയ സ്വഭാവങ്ങളൊക്കെ നിർത്തി ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്നാണ്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്കത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വരും. നിങ്ങളുടെ ലൈഫിലേക്ക് ഏതായാലും ഒരു സൂര്യൻ ഉദിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ കാർഡ് ഇവിടെ തറപ്പിച്ചു പറയുന്നുണ്ട്. ബന്ധം ഏതായിരിക്കും എന്നുള്ളത്, കാരണം ഇവിടെ നിങ്ങൾ ഇപ്പോൾ നെഗറ്റീവ് മൂഡിലാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ ഒരു സോൾ ടൈ ഉണ്ട്. സോ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേ നമുക്കിവിടെ പറയാൻ നിവർത്തിയുള്ളൂ. ഇത് തന്നെ വരും എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ അതാണ് ഒന്ന്. രണ്ടാമത് ഇവിടെ പിന്നെ 10 of Cups വന്നിട്ടുണ്ട്. കൺഫ്യൂഷനാണ് ഇപ്പോൾ. കൺഫ്യൂഷൻ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മളുടെ ലൈഫല്ലേ, അത് നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടത്. എങ്ങനെ വേണം, എങ്ങനെയൊക്കെ. അത് പിന്നെ സോൾ ടൈ അവിടെ വന്ന് കിടക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാൻ എന്ന് അറിയില്ല. അതായാലും അത് ഇപ്പോൾ പറയുന്നത് നിങ്ങളോട് ഇതാണ്, ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്.
ഞാനിതെല്ലാം നിർത്തി, ഞാനതൊക്കെ നിർത്തി. എൻ്റെ ആ പഴയ സ്വഭാവങ്ങളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞ് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇതാ വരുന്നു, ഞാൻ വരാൻ തയ്യാറാണ്. ഇത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ ഞാൻ വരാൻ നിൽക്കുന്നു, ഞാൻ വരുന്നു എന്നാണ്. ഓക്കെ, അപ്പം എല്ലാം നല്ലതിനാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.